ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ റെസിപ്പിയാണ്. കഞ്ഞിവെള്ളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അയ്യേ എന്നുള്ള ഒരു ഇത് വരും. കാരണം അധികം ആൾക്കാർക്കും കഞ്ഞിവെള്ളം ഇഷ്ടമുണ്ടാവില്ല. മുമ്പൊക്കെ ആളുകൾ ക്ഷീണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് കുടിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാനുൾപ്പെടെ പല ആളുകളും കഞ്ഞിവെള്ളം കളയാറാണ് പതിവ്. എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമില്ല, ഒരുപാട് ചെലവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുണ്ടാക്കുന്ന ഈ ഒരു രീതി അനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു കപ്പ് അളവിൽ 1.25 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ അടിഭാഗം നല്ല കട്ടിയും മുകൾ ഭാഗം നല്ല വെള്ളമായിട്ടിരിക്കും. ആ ഒരു വെള്ളത്തിന്റെ ഭാഗം കളഞ്ഞിട്ട് ആ ഒരു കട്ടിയായിട്ടുള്ള ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറുകിയതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിതിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ നന്നായിട്ട് നിറയെ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് അടിഭാഗത്തുനിന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ആദ്യം ചെറുതായിട്ട് കട്ടകട്ടയായിട്ടാണ് ഇത് കുറുകി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹൽവ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരത്തിന് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ അളവിലൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്ലെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും പൊടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ശർക്കരയിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ട്രേയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചോറ് കഴിക്കുന്ന ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടോടെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്ത് കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് നേരം 3 മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് തണുപ്പിച്ച് കഴിക്കണോ എന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഫ്രീസറിലല്ലാതെ താഴെയും വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.